അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ഈ ഒരൊറ്റ വാചകം മതി അദ്ദേഹത്തിൻ്റെ പ്രതാപം ഓർമ്മിപ്പിക്കാൻ. ആകാശത്തോളം ഉയർന്ന ഒരു ബിസിനസ് സാമ്രാജ്യം അഗാധമായ വീഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. തൃശ്ശൂരിലെ മുല്ലശ്ശേരിയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് എം രാമചന്ദ്രൻ ജനിച്ചത്. പഠനത്തിന് ശേഷം കാനറ ബാങ്കിൽ ജോലിക്ക് കയറിയ അദ്ദേഹം പിന്നീട് കുവൈറ്റിലേക്ക് വിമാനം കയറി. അവിടെ കുവൈറ്റ് കൊമേഴ്സ്യൽ ബാങ്കിൽ പണം എണ്ണുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1981 തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യവും വലിയൊരു സ്വപ്നവും ചേർത്ത് അദ്ദേഹം കുവൈറ്റിലെ സുഖ് അൽ വാദിയിൽ ആദ്യത്തെ ജ്വല്ലറി തുറന്നു. അറ്റ്ലസ് എന്ന പേര് അവിടെ പിറന്നു. അറ്റ്ലസ് എന്ന പേര് ഒരു ബ്രാൻഡായല്ല, മറിച്ച് ഒരു വിപ്ലവമായാണ് വളർന്നത്. ഗൾഫിലെ മലയാളികൾക്ക് സ്വർണമെന്നാൽ അറ്റ്ലസ് എന്നായി മാറി. കുവൈറ്റിലെ യുദ്ധകാലത്ത് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ദുബായിൽ ഉയർത്തെഴുന്നേറ്റു. പിന്നീട് കണ്ടത് അവിശ്വസനീയമായ വളർച്ചയായിരുന്നു. UAE, ഇന്ത്യ, സൗദി എന്നിവിടങ്ങളിലായി 50-ലധികം ഷോറൂമുകൾ. അക്കാലത്ത് മലയാളികൾക്ക് അറ്റ്ലസ് രാമചന്ദ്രൻ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. സ്വന്തം പരസ്യത്തിൽ സ്വയം വന്ന് സംസാരിച്ച അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ ഒരാളായി മാറി. അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ആ വാക്കുകൾ മലയാളികൾ ഏറ്റെടുത്തു. സിനിമാ ലോകത്തും അദ്ദേഹം തിളങ്ങി. വൈശാലിയും സുഹൃതവും പോലുള്ള എക്കാലത്തെയും വലിയ ഹിറ്റുകൾക്ക് അദ്ദേഹം പണം നൽകി. എന്നാൽ പ്രതാപത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിധി ചതിയുടെ രൂപത്തിൽ എത്തിയത്. ബിസിനസ് വലിയ സാമ്രാജ്യമായപ്പോൾ രാമചന്ദ്രൻ കലയിലും സാഹിത്യത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബിസിനസ് സാമ്രാജ്യം ആഗോളതലത്തിൽ വളർത്താനുള്ള ശ്രമത്തിനിടയിൽ വിശ്വസ്തരായ പലരും അദ്ദേഹത്തെ ചതിക്കാൻ തുടങ്ങി. വായ്പകളെക്കുറിച്ചും ചെക്കുകളെക്കുറിച്ചും അദ്ദേഹത്തിന് തെറ്റായ വിവരങ്ങൾ നൽകി. തൻ്റെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായ പാളിച്ചകളും ചിലരുടെ കുതന്ത്രങ്ങളും ചേർന്ന് അദ്ദേഹത്തെ വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിട്ടു. 2015 ഒരു പ്രഭാതത്തിൽ ദുബായിലെ ബിസിനസ് ലോകത്തെ നടുക്കിക്കൊണ്ട് രാമചന്ദ്രൻ അറസ്റ്റിലായി. 1000 കോടിയോളം രൂപയുടെ കടബാധ്യതയും വണ്ടിച്ചെക്കുകൾ മടങ്ങിയതുമാണ് കാരണം. 20ഓളം ബാങ്കുകൾ ഒരേ സമയം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അദ്ദേഹം തടവറയുടെ ഇരുളിലേക്ക് തള്ളപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജ്വല്ലറികൾ സീൽ ചെയ്യപ്പെട്ടു. ആസ്തികൾ കണ്ടുകെട്ടി. ഒരു രാത്രി കൊണ്ട് സ്വർണ്ണ രാജാവ് വെറും ഒരു തടവുകാരനായി. 3 വർഷം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ദിര രാമചന്ദ്രൻ നടത്തിയ പോരാട്ടം മറക്കാനാവില്ല. ജയിലിന് പുറത്ത് ബാങ്കുകളുമായും നിയമവുമായും അവർ ഒറ്റയ്ക്ക് പോരാടി. 2018 ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ രാമചന്ദ്രൻ കണ്ടത് തൻ്റെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതാണ്. പക്ഷേ ആ 70കാരൻ്റെ ഉള്ളിലെ കനൽ അപ്പോഴും കെട്ടിരുന്നില്ല. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആരുടെയും ഒരു പൈസ പോലും ബാക്കി വയ്ക്കില്ല, അദ്ദേഹം പ്രഖ്യാപിച്ചു. തൻ്റെ അവസാന ശ്വാസം വരെ ഓരോ കടക്കാരൻ്റെയും പണം തിരിച്ചു നൽകാൻ അദ്ദേഹം ഓടി നടന്നു. കടങ്ങൾ പൂർണ്ണമായും തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ ചതിക്കപ്പെട്ടതാണെന്നും താനൊരു കുറ്റവാളിയല്ലെന്നും ലോകത്തോട് പറയാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഭാര്യ ഇന്ദിരയ്ക്കൊപ്പം ഒരു കൊച്ചുമുറിയിൽ താമസിക്കുമ്പോഴും അദ്ദേഹം സ്വപ്നം കണ്ടത് തൻ്റെ ആസ്തികൾ വിറ്റ് എല്ലാവർക്കും പണം നൽകി അഭിമാനത്തോടെ മടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ കാലം അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകിയില്ല. 2022 ഒക്ടോബറിൽ ദുബായിലെ ഒരു ആശുപത്രിയിൽ വച്ച് അദ്ദേഹം വിടവാങ്ങി. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, ലോകം കണ്ട ഏറ്റവും വലിയ ചതികളുടെയും വീഴ്ചകളുടെയും ഇരയായി ഒടുവിൽ വിടവാങ്ങി. ആകാശത്തോളം ഉയർന്ന അറ്റ്ലസ് ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു.